Hi everyone, welcome to Meenu's Menu. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഫേസ് വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യാൻ കുറച്ച് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ടൈം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇഫ് യു ഹാവ് എനി സജഷൻസ് ഓർ ഫീഡ്ബാക്സ് പ്ലീസ് ടു ലെറ്റ് മീ നോ ത്രൂ ദ കമൻറ്റ് സെക്ഷൻ ബിലോ. അപ്പം ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്ട്രോബെറി ജാം റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ അടുത്തുള്ളൊരു ലോക്കൽ ഫാമിൽ നിന്ന് നമ്മൾ കുറച്ച് ഫ്രഷ് സ്ട്രോബെറീസ് പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഈ സ്ട്രോബെറി ജാം ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ജാം റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 1 kg ഫ്രഷ് സ്ട്രോബെറീസാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള സ്ട്രോബെറീസാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ആദ്യമേ അതിൻ്റെ ബാക്കിൽ കാണുന്ന ഒരു ഗ്രീൻ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്ത് അതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. വലുതാണെങ്കിൽ ഇതുപോലൊരു 4 സ്ലൈസാക്കി കട്ട് ചെയ്തെടുക്കാം. ചെറുതാണെങ്കിൽ അത് ഹാഫായിട്ട് നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ സ്ട്രോബെറി എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി എല്ലാം നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഇതുപോലത്തെ ഒരു മാഷറാണ് യൂസ് ചെയ്യുന്നത്. മാഷർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു വലിയ തവിയുടെ ബാക്ക് വശം യൂസ് ചെയ്ത് നമുക്കിത് ഉടച്ചെടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ബ്ലെൻഡറിൽ ഒരു പ്രാവശ്യം ഒന്നിട്ട് കറക്കിയെടുത്താലും മതി. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരമുറി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളിപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഷുഗറും ലെമണും സ്ട്രോബെറി പൾപ്പും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. നമുക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 അവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പം ശരിക്കും ഇത് 3 നന്നായിട്ട് കമ്പൈൻഡ് ആയിട്ട് നമുക്ക് കുറച്ചുകൂടി ഒരു തിക്കായിട്ടുള്ളൊരു സിറപ്പ് കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കുവാണ്. അപ്പം നമ്മുടെ ആ മിക്സ് നേരത്തെ ഇതിലും കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ ഷുഗറെല്ലാം നമ്മൾ നേരത്തെ ആഡ് ചെയ്തത് കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഡിസോൾവ് ആയിട്ട് ആ മിക്സിന് നല്ലൊരു തിക്നെസ്സൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. കുക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഇതുപോലത്തെ ഒരു തുറന്ന നല്ല ഡെപ്തുള്ളൊരു പാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഈ സ്ട്രോബെറി ജാം പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് ഡെപ്ത് കൂടുതലുള്ളൊരു വെസൽ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്നുമല്ല, ഇത് നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേനും അത് തിളച്ച് പൊങ്ങി വരും. പൊങ്ങി അതിങ്ങനെ ഒരു വൈറ്റ് വെള്ള ഒരു പത പോലെ പൊങ്ങി വരാനുള്ള പുറത്തോട്ട് ചാടാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പം കുറച്ച് ഡെപ്തുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ സ്ട്രോബെറി മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. സ്ട്രോബെറി മിക്സ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കാര്യം ഇത് പാത്രത്തിൻ്റെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി മിക്സ് നന്നായിട്ടൊന്ന് തിളച്ച് പൊങ്ങി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കൺസിസ്റ്റൻസി ഇനി നന്നായിട്ടൊന്ന് തിക്കായിട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ചുകൂടി ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി മിക്സ് നന്നായിട്ടൊന്ന് തിക്കായിട്ട് അതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി നല്ലൊരു ഡാർക്ക് റെഡ് കളറിൽ ആയി വന്നിട്ടുണ്ട്. അതുപോലെ നല്ല സ്മെല്ലുമാണ്. നല്ല ഫ്രഷ് സ്ട്രോബെറിയും ലൈം ജ്യൂസും ഷുഗറും എല്ലാം കൂടെ ബ്ലെൻഡായിട്ട് നല്ലൊരു ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ജാമിൻ്റെ പ്രത്യേകത, ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വെറും 3 ഇൻഗ്രീഡിയൻ്റ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. സ്ട്രോബെറി, അതുപോലെ ലെമണും ഷുഗറും മാത്രം. ഇൻ ബിറ്റ്വീൻ
വെച്ച് നമ്മൾ വേറെ ഒന്നും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ ഈ ഒരു റെസിപ്പി നമുക്ക് മറ്റ് ബെറീസ്, അതായത് ബ്ലൂബെറി അല്ലെങ്കിൽ റാസ്ബെറി, ഇത് എല്ലാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ സെയിം റെസിപ്പി തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ആ ഒരു ജാമിൻ്റെ കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. അതിൽ കാണുന്ന ആ സ്ട്രോബെറി പൾപ്പ് അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ കുക്കായി മെൽറ്റ് ചെയ്യും. നമുക്കിതൊരു 5 മിനിറ്റ് കൂടി ഒന്ന് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ജാം കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഫ്രിഡ്ജിൽ 5 മിനിറ്റ് വെച്ച് തണുപ്പിച്ച ഏതെങ്കിലും ഒരു പാത്രം ഫ്രിഡ്ജിൽ 5 മിനിറ്റ് വെച്ചൊന്ന് തണുപ്പിച്ച് എടുക്കുക. അതിനുശേഷം അതിലോട്ട് കുറച്ച് ജാമിൻ്റെ മിക്സ് ഒന്ന് വെച്ച് കൊടുക്കുക. അത് ആ പ്ലേറ്റിൽ ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം ആ സ്പൂൺ യൂസ് ചെയ്തൊന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ അത് ഇതുപോലെ വന്നാൽ അതിൻ്റെ അർത്ഥം അത് കറക്റ്റ് ആ ഒരു ജെല്ല് കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ നല്ല അടിപൊളി സ്ട്രോബെറി ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റെറിലൈസ് ചെയ്ത പാത്രത്തിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് നല്ല തിളച്ച വെള്ളത്തിൽ കഴുകി നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്ത പാത്രത്തിലോട്ട് മാത്രമേ ഇത് ചേർത്ത് കൊടുക്കാവുള്ളൂ. കാരണം നമുക്കത് ലോങ് ടേം പ്രിസർവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് സ്റ്റെറിലൈസ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ടുള്ള പാത്രത്തിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. ഇൻ കേസ് കുറച്ച് വെള്ളം പോലും ഉണ്ടെങ്കിൽ നമ്മുടെ ജാം പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഈ ജാം മിക്സ് ഈ പാത്രത്തിലോട്ടെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്ട്രോബെറി ജാം നമ്മൾ ഈ പാത്രത്തിലോട്ട് ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടപ്പ് വെച്ച് അത് നല്ലതായിട്ടൊന്ന് ടൈറ്റായിട്ട് അടച്ച് അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി വെക്കാം. അതിന് മുന്നായിട്ട് നമ്മളിത് എന്നാണ് പ്രിപ്പയർ ചെയ്തത് ആ ഡേറ്റ് ഈ അടപ്പിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ അത് ഫ്യൂച്ചറിൽ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ പ്രിപ്പയർ ചെയ്ത ഡേറ്റും അത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ആ ഒരു ഇൻഫർമേഷനെല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഈസി ആയിട്ടുള്ള ഹോം മെയ്ഡ് സ്ട്രോബെറി ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ, അതേ ടെക്സ്ചറിൽ, ടേസ്റ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ കടയിൽ കിട്ടുന്നതിലും കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. നമ്മളിതിൽ പ്രത്യേകിച്ച് വേറെ ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കുന്നില്ല. ആകെ 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. സ്ട്രോബെറിയും ലൈം ജ്യൂസും ഷുഗറും മാത്രം ചേർത്ത് വളരെ എളുപ്പത്തിൽ നമുക്കുണ്ടാക്കാൻ പറ്റുന്ന ഒരു ജാം റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ബെറീസിനും, അതായത് സ്ട്രോബെറി, റാസ്ബെറി, ബ്ലൂബെറി, ഇങ്ങനെ വരുന്ന എല്ലാ ബെറീസിനും ഈ സെയിം റെസിപ്പി യൂസ് ചെയ്ത് നമുക്ക് ജാം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഐ ഹോപ്പ് യു ഓൾ ലവ് ദിസ് വീഡിയോ. പ്ലീസ് ഡു ലൈക്ക്, share and subscribe to my channel to see more delicious recipes from Meenu's Menu.